വെൽക്കം ബാക്ക് ടു പാർട്ട് 2. നമ്മൾ വുഡ് ആപ്പിള് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവാണ്. ഫസ്റ്റ് നിങ്ങൾ ഇതിനെ കണ്ടോ, ഇതിന്റെ ടെക്സ്ചറൊക്കെ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ ടെക്സ്ചർ ഇങ്ങനെയാണ്, കുരു പോലെ വന്നിട്ട് ഒരു പുളിയും ഒരു മധുരവും ഒക്കെ ഉള്ളൊരു ടെക്സ്ചറാണ്. ചുമ്മാ തിന്നാൻ കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, കാരണം എനിക്കിത് പറ്റുന്നില്ല. ഒരു സംശയമുള്ളത് എന്തെന്ന് വെച്ചാൽ ഇത് പിഞ്ചാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ, ഇപ്പം ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നു. പിഞ്ചാണെങ്കിലും പഴുത്താണെങ്കിലും നമ്മളിത് കഴിച്ചു നോക്കുന്ന സുഹൃത്തുക്കളെ, നല്ല ത്രില്ല്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ശർക്കര പൊടിച്ചതുണ്ട്. ശർക്കര പൊടിച്ച് നമ്മൾ ആഡ് ചെയ്യാണ്. ദൈവം തമ്പുരാനറിയാം ഇത് കഴിച്ചാൽ എന്താകുമെന്ന്. പക്ഷെ നമ്മൾ ആഡ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, കാരണം ഞാൻ തന്നെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്, ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. പാല് കിട്ടാത്ത കാരണത്താൽ നമ്മൾ കുറച്ച് പാൽപ്പൊടി ഉപയോഗിക്കുകയാണ്. പരസ്യമൊന്നുമല്ല, എവറിഡേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളെ. കുറച്ച് മാത്രം ടെസ്റ്റ് ചെയ്യാം, കാരണം ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്നാണ് പൊട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ 10 രൂപയുടെ പാൽപ്പൊടി കഴിച്ച് വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. കർത്താവിനറിയാം ഇനി എന്താകുമെന്ന്. അങ്ങനെ വെള്ളം ഒഴിച്ചു. വല്ലാത്തൊരു കളറൊക്കെ. എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം ഗൈസ്. വി ആർ ഗോയിങ് ടു മിക്സ് ഇറ്റ്. വാവ്, ഞാനിത് കാണിച്ചു തരാം. വളരെ കണ്ടോ, നമ്മള് അതിട്ടപ്പോൾ അത്ര ഇതില്ലായിരുന്നു, ടേസ്റ്റ് നല്ല. നമ്മുടെ മറ്റേ പുളിജാമൊക്കെ കഴിക്കില്ലേ, ഏകദേശം ആ ടേസ്റ്റ്, പക്ഷെ ഇറ്റ്സ് നൈസ്. അപ്പോൾ നല്ല സക്സസ് ആയിരിക്കുന്നു. ആക്ച്വലി ഇത് ഇത്തിരി കൂടെ പഴുക്കുവാണെങ്കിൽ, മീൻസ് ഇത്തിരി കൂടെ റൈപ്പ് ആവുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു തന്നെ. ഇത് ഇത്തിരി പിഞ്ചാണെന്നാണ് എൻ്റെ ഒരു നിഗമനം, കാരണം അതിൽ മറ്റേ ഉള്ളിൽ ഇരിച്ചിട്ട് ചെറിയ കൈ പോലെ ഉണ്ട്. എന്തായാലും എനിവേസ് ഇറ്റ്സ് നൈസ്.